ഏതെങ്കിലും ഒരു തന്നെ ഇവിടെ കൊണ്ട് മാലിന്യം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവന് കൃത്യമായിട്ട് 10,000 രൂപ പെറ്റെടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. കൃത്യമായിട്ട് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തിരിക്കും. അതേസമയം ഈ മാലിന്യം നീക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ജോലി കൃത്യമായിട്ട് ഇവർ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ. കുരുത്തോടിന്റെ തീരത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾ. എപ്പോഴും ഇവിടെ വേസ്റ്റ് വന്ന് അടിയുകയാണ്. മാലിന്യങ്ങൾ കൂടുതലായിട്ട് അടിയാണ്. ഭയങ്കര സ്മെല്ലാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് പോയിട്ട് ഇവിടെ കിടക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയിലൊക്കെ ആൾക്കാർ വേസ്റ്റ് കൊണ്ടുവന്നിടുവാണ് ഇഷ്ടംപോലെ. ചീഞ്ഞ ഭയങ്കര മണമാണ്. ഞങ്ങൾ ഇപ്പം ഇവിടെ അധികാരികൾ ആരെങ്കിലും വന്ന് ഇതൊന്ന് നോക്കണം. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണണം. ഏതായാലും ഇതിൻ്റെ അധികാരികൾ വന്ന് ഈ തോട്ടിലെ വേസ്റ്റ് കിടക്കണതൊന്ന് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം എന്നാ എനിക്ക് പറയാനുള്ളൂ. എന്നും കൊണ്ടും 12 മാസം ഇത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ എന്നാ ചെയ്യണം? നമുക്ക് ആകപ്പാടെ ഇവിടെ ജീവിക്കാതിരിക്കാൻ പറ്റാത്ത ഇതായതിൻ്റെ പേരിൽ ഞങ്ങൾ ജീവിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇതെല്ലാം സഹിക്കുക. ഈ വേസ്റ്റ് ഇടുന്നതിന് അറുതി വരുത്തണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കും. ഇതാണോ മാലിന്യമുക്ത കേരളം? ജനങ്ങളുടെ മൗനമാണ് നാടിന്റെ ശാപം. കോതമംഗലം കുരുത്തോടിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. കണ്ടില്ലേ എന്ത് വൃത്തിഹീനമായിട്ടുള്ള കാഴ്ചയെന്ന് നോക്കി കാണുന്നത്.